Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അനലിറ്റിക്കൽ സ്കിൽസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ്. അതായത് CUET PG 2023 വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ വാട്ടർ ഇമേജ് ഓഫ് ദി വേർഡ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്നുള്ള വേർഡിന്റെ ഒരു വാട്ടർ ഇമേജ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താവും, അപ്സൈഡ് ഡൗൺ ആയിട്ട് വരും. ജസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചേഞ്ച് മാത്രമല്ല ഉണ്ടാവുക, മിറർ ഇമേജ് പോലെ ഇവിടെ അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ചേഞ്ച് തന്നെ ഉണ്ടാവും. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആവുമോ? ഇവിടെ 6 നോക്കിയോ, 6 അപ്സൈഡ് ഡൗൺ ആണോ? തീർച്ചയായിട്ടും അല്ല. അവിടെ റൈറ്റ് ഉള്ളത് ജസ്റ്റ് ലെഫ്റ്റ് ആയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് മിറർ പോലെയാണ് ജസ്റ്റ് 6 അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒന്നാമത്തെ നമ്മുടെ ആൻസർ ആവില്ല. നെക്സ്റ്റ് ഓപ്ഷൻ 3 നോക്കിക്കോ. ഓപ്ഷൻ 3യിലും അതേപോലെ തന്നെയാണ് 6. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3യും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരില്ല. ഇനി നമുക്ക് 2 ഓപ്ഷൻ ആണ് ബാക്കിയുള്ളത്. ഒന്നിക്കെ ഓപ്ഷൻ 2 ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 4 ആയിരിക്കാം. ഓക്കെ, ഓപ്ഷൻ 2ഉം അതുപോലെ തന്നെ ഓപ്ഷൻ 4 നോക്കുന്ന സമയത്ത് അവിടെ മെയിൻ ഡിഫറൻസ് വരുന്നത് ഏതിലാണ്? ഈ ഒരു 6ൽ തന്നെയാണ് അല്ലെ. അപ്പൊ 6 ഏത് രീതിയിലായിരിക്കും വരിക? അപ്പൊ ഇങ്ങനെയുള്ള 6 ജസ്റ്റ് നമ്മൾ അതിനെ വാട്ടർ ഇമേജ് ആക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു രീതിയിലാണല്ലേ വരിക. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു പോർഷന്റെ സൈഡ് എന്ത് ചെയ്യുന്നില്ല, ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് അപ്സൈഡ് ഡൗൺ ആവുന്നുണ്ട്, പക്ഷെ സൈഡ് ചേഞ്ച് ആവുന്നില്ല. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ലെഫ്റ്റിലോട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതെന്താണ്, തെറ്റാണ്. ഇതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് വാട്ടർ ഇമേജ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഫോൾട്ടി മിനിറ്റ് ഹാൻഡ് കവേഴ്സ് ഓൺലി 90% ഓഫ് ദി സർക്കിൾ പെർ ഹവർ. അപ്പോ പറയുന്ന കാര്യത്തിലുള്ളൂ ഒരു ഫോൾട്ടി മിനിറ്റ് ഹാൻഡ്. അപ്പോ ഒരു മിനിറ്റ് ഹാൻഡ് ഒരു ഹവറിൽ എത്ര കവർ ചെയ്യും? ആ ഒരു ടോട്ടൽ സർക്കിൾ കവർ ചെയ്യും അല്ലെ. ദാറ്റ് മീൻസ് 360 ഡിഗ്രി 60 മിനിറ്റിൽ കവർ ചെയ്യേണ്ടതാണ്. ഓക്കെ, നോർമൽ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഫോൾട്ടി ആണ്. ഫോൾട്ടി തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോ ഒരു ഹവറിൽ അത് എത്ര കവർ ചെയ്യുന്നുള്ളൂ? അതായത് 60 മിനിറ്റില് 90% ഓഫ് സർക്കിൾ. ആ സർക്കിൾ 360 ആണ്. അതിന്റെ 90% എന്ന് പറയുമ്പോൾ 90% ഓഫ് 360. ഓക്കെ, ഈ ഒരു 0 ഞാൻ കട്ട് ചെയ്തു, ഈ ഒരു 0 കട്ട് ചെയ്തു, ഈ ഒരു 0 കട്ട് ചെയ്തു, ഈ ഒരു 0 കട്ട് ചെയ്തു. ഓക്കെ, 9 into 36 ആണ് വരുന്നത്. 9 into 36 എന്ന് പറയുമ്പോൾ 324 ആണ്. അപ്പൊ 324 ഡിഗ്രി മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നോർമൽ ആണെങ്കിൽ അത് 360 ഡിഗ്രി കവർ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 8, ഒരു ക്ലോക്ക് നോർമലി നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഇവിടെ 3 ഉണ്ടാവും, ഇവിടെ 6 ഉണ്ടാവും, ഇവിടെ 9 ഉണ്ടാവും, ഇവിടെ 12 ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്ലോക്ക് 8ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങനെ പോയിട്ട് തിരിച്ച് 7ൽ എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. 8ൽ നിന്ന് പോയി 8 തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എത്ര ഡിഗ്രിയാണ് എടുക്കുക? ടൈം ഒന്നും നോക്കണ്ട, എത്ര ഡിഗ്രി എടുക്കുക? 360 ഡിഗ്രി ആണ്. ഓക്കെ, ഇതിന്റെ ഓരോന്നും ഇപ്പൊ 12 എന്നാണുള്ളത്. അപ്പൊ 360 ഡിവൈഡ് ബൈ 12 എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെ ഇടയിലുള്ള ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് അല്ലെ. 30 ഡിഗ്രി ആണ്. നമുക്ക് എന്ത് ചെയ്യണ്ട, 8 നിന്ന് പോയിട്ട് 8ൽ തന്നെ എത്തണ്ട, ജസ്റ്റ് 7ൽ എത്തിയാൽ മതി. ദാറ്റ് മീൻസ് ഒരു 30 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കുറക്കാം. 330 ഡിഗ്രി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മിനിറ്റ് എടുക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം 60 മിനിറ്റ് കൊണ്ട് ഈ ഒരു 40 മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുന്നത് എത്രയാണ്? 324 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എത്ര ടൈം വരും? 60 ഡിവൈഡഡ് ബൈ 324 മിനിറ്റ് ആയിരിക്കും 1 ഡിഗ്രി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ 330 ഡിഗ്രി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിലേക്ക് 330 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 60 ഡിവൈഡ് ബൈ 324 ഇൻറ്റു 330. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് 324നെയും അതുപോലെ തന്നെ 330യെയും എന്തുകൊണ്ട് കട്ട് ചെയ്യാം? ജസ്റ്റ് 6 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ 6 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 300 വരെ 50 വരും, 54 വരും അല്ലെ. 54 വരും. ഇവിടെ എത്ര വരും? ഇവിടെ ഒന്നും കൂടി കൂടും, 55 വരും. ഇനി ഇത് രണ്ടും വീണ്ടും കട്ട് ചെയ്യാം. ഇവിടെ 9 വന്നു, ഇവിടെ 10 വന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 550 ഡിവൈഡഡ് ബൈ 9 ആയിരിക്കും. എത്രയാ 550 ഡിവൈഡ് ബൈ 9 വരാം? 550 ഡിവൈഡ് ബൈ 9 ഇവിടെ ഓൾമോസ്റ്റ് 6 വരും. 6 into 9 എന്ന് പറയുമ്പോൾ 54 ആണ് വരിക. ബാക്കി എത്ര വരാം? ബാക്കി 1 വരും. 10ൽ എത്ര? 9 into 1 ആണ്. അപ്പൊ 61 point something. ഏറ്റവും ക്ലോസസ്റ്റ് ആൻസർ ഓപ്ഷൻ 3 61 തന്നെയാണ് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വർത്തിക വെന്റ് 90 മീറ്റർ ഇൻ ഈസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ഒരു 90 മീറ്റർ നടക്കാണ്. ബിഫോർ ടേണിംഗ് ടു ഹർ റൈറ്റ്. അപ്പൊ റൈറ്റിലോട്ട് തിരിയുന്നതിന് മുമ്പേ എന്നാ പറയുന്നത്. അപ്പൊ 90 മീറ്റർ നടന്നതിന് ശേഷം തീർച്ചയായിട്ടും റൈറ്റിലോട്ട് തിരിഞ്ഞിട്ടുണ്ടാവും. ഷി വെന്റ് 20 meters. അപ്പൊ റൈറ്റിലോട്ട് ഒരു 20 meters. ഓക്കെ, 90 അത്ര വരച്ചെങ്കിൽ നമുക്ക് 20 ഏകദേശം ഇത്രയൊക്കെ മതിയാവും. ഓക്കെ, 20 meters ബിഫോർ ടേണിംഗ് ടു ഹർ റൈറ്റ്. വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വരാണ്, വീണ്ടും റൈറ്റിലോട്ട് നടക്കാണ്. റൈറ്റിലോട്ട് എത്രയാണ്? 30 മീറ്റർ നടക്കാണ്.
ഓക്കെ, ഒരു 30 മീറ്റർ. ഫർദർ ആൻഡ് ദെൻ ടേണിംഗ് ടു നോർത്ത് ആൻഡ് വാക്ക്ഡ് 100 മീറ്റർ. ഓക്കെ, ഒരു 100 മീറ്റർ എന്ത് ചെയ്യാണ്, നോർത്തിലോട്ട് നടക്കാണ്. നോക്കാം, ഹൗ ഫാർ ഈസ് വർത്തിക ഫ്രം ഹെർ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ് വർത്തിക എന്നാണ് മെയിൻ ആയിട്ട് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് എൻഡ് പോയിന്റ്. ഞാൻ ഈ എന്ന് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം, ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു. അപ്പൊ ഈ ഒരു ലെങ്ത് എത്രയാണ്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയാണെന്നുള്ളത് നമ്മൾ ആദ്യം കാണണം. ഓക്കെ, ഇവിടെ ഈ ഒരു ടോട്ടൽ ലെങ്ത് എത്രയാണ്, 90 ആണ്. ഓക്കെ, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 30 ആണ്. ഇവിടെ ഓൾറെഡി താഴത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും, 60 ആയിരിക്കും. ഓക്കെ, ഞാൻ റൈറ്റ് ട്രയാങ്കിൾ മാറ്റി വരക്കുന്നുണ്ട്. അതിന്റെ ബേസ് 60 ആയിരിക്കും. ഇനി ഈ ഒരു ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്, ഈ ഒരു ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 100 ആണ്. പക്ഷെ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് ഇതിന് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് 20 ആണ്. 100 - 20 എന്ന് പറയുമ്പോൾ ഇവിടെ 80 വരും. ഇവിടെ 60, ഇവിടെ 80, ഇവിടത്തെ ആയിരിക്കും 100 ആയിരിക്കും. ഓക്കെ, 6, 8, 10 എന്താണ് പൈതഗോറൻ ട്രിപ്പിൾസ് ആണ്. ആ രീതിയിലാണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുക. 100 മീറ്റർ ആയിരിക്കും റൈറ്റ് ആൻസർ. നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ല. ഈ ചെയ്യണം എന്നുള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യാം, √80² + 60² ചെയ്യാം. അതിന്റെ റൂട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, 100 ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി നെക്സ്റ്റ് മെമ്പർ ഓഫ് ദി ഗിവൺ സീരീസ്. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആയിരുന്നു ഈ സീരീസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, 8, 18, 23, 50, 72. പക്ഷെ ഇവിടെ ഈ ഒരു 23 എന്നുള്ള ടേം മിസ്പ്രിന്റ് ആണെന്നാണ് തോന്നുന്നത്. കാരണം അവിടെ 23 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ആൻസർ കിട്ടില്ല. അവിടെ ജസ്റ്റ് അത് ഇന്റർചേഞ്ച് ആയതാണ്. അവിടെ 32 ആണ് വരേണ്ടത്. ഓക്കെ, 23 ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്യാം. പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒരിക്കലും ഒരു ആൻസറിലേക്ക് വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവരേക്ക് അതൊരു മിസ്പ്രിന്റ് ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, 8, 18, 32, 50, 72. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് 8 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, 2² × 2 എന്ന് പറഞ്ഞൂടെ. ഓക്കെ ആണ്, 2² എന്ന് പറയുമ്പോൾ 4, 4 × 2. നെക്സ്റ്റ് 18 എന്ന് പറയുന്നത് 3² × 2 അല്ലേ, 9 × 2. നെക്സ്റ്റ് 32 എന്ന് പറയുമ്പോൾ 4² × 2 അല്ലേ. നെക്സ്റ്റ് 50 എന്ന് പറയുന്നത് 5² × 2 അല്ലേ. നെക്സ്റ്റ് 72 6² × 2 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരിക 7² × 2. ദാറ്റ് മീൻസ് 49 × 2 98 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻട്രൊഡ്യൂസിങ് എ ബോയ് എ ഗേൾ സൈഡ്. അപ്പൊ ഒരു ബോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആരാ സംസാരിക്കുന്നത്, ഗേൾ ആണ് പറയുന്നത്. ഹി ഈസ് ദ സൺ ഓഫ് ദി ഡോട്ടർ ഓഫ് ദി ഫാദർ ഓഫ് മൈ അങ്കിൾ. ഓക്കെ, അപ്പോ നോക്കുക, ദി ഫാദർ ഓഫ് മൈ അങ്കിൾ. എന്റെ അങ്കിളിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ ആരാണ്, എന്റെ അങ്കിളിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് അല്ലെ. എന്റെ അങ്കിളിന്റെ ഫാദർ എന്ന് പറയുന്നത് എന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പൊ നോക്കാം, ഹി ഈസ് ദ സൺ ഓഫ് ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. അപ്പൊ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഡോട്ടറിന്റെ മകനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നോക്കാം, നമ്മുടെ മദറിന്റെയോ അല്ലെങ്കിൽ ഫാദറിന്റെയോ ആരായിട്ട് വരും, അവിടെ സിസ്റ്റർ ആയിട്ട് വരും. ആ സിസ്റ്ററിന്റെ സൺ ആണ് തീർച്ചയായിട്ടും ഹി ഈസ് ദ സൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മദറിന്റെയോ അല്ലെങ്കിൽ ഫാദറിന്റെയോ സിസ്റ്ററിന്റെ സണ്ണ് തീർച്ചയായിട്ടും നമ്മുടെ ആരാണ്, നമ്മുടെ കസിൻ ആയിട്ടാണ് വരിക. അതായത് നമ്മുടെ ആന്റിന്റെ സൺ ആയിട്ടാണ് തീർച്ചയായിട്ടും വരിക. അത് നമ്മൾ എന്താ വിളിക്കുക, കസിൻ എന്നാണ് വിളിക്കുക. സൺ ആയിക്കോട്ടെ ഡോട്ടർ ആയിക്കോട്ടെ, നമ്മൾ കസിൻ എന്ന് പറയുന്നത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിലിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേം തന്നെയാണ്. അവിടെ നമ്മൾ വരച്ച് അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കൺഫ്യൂസ്ഡ് ആവാതിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are 6 statements followed by 4 options of combinations of any 3 of the given sentences. Choose the option in which the combinations are logically related. ഓക്കെ, ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അപ്പോ ഇത് സിലോജിസത്തിൽ ഒരു ടൈപ്പ് ആണ്, അത്രയധികം കോമൺ അല്ലാത്ത ഒരു ടൈപ്പ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. അതായത് ഓരോ ഓപ്ഷനും എടുത്തിട്ട് അത് ലോജിക്കലി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ആണെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ഞാൻ എടുക്കുകയാണ്, A-B-E എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ. A-B-E. ഫസ്റ്റത്തെ എ എന്താ പറയുന്നത് നോക്കാം. ഇവിടെ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ എയും ബിയും സ്റ്റേറ്റ്മെന്റ് ആയി ഞാൻ പരിഗണിക്കും, ഇ എന്ന് പറയുന്നത് അതിന്റെ കൺക്ലൂഷൻ ആയിട്ടും പരിഗണിക്കും. അപ്പൊ എയും ബിയും പറയുന്ന അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ ഈ ഒരു കൺക്ലൂഷൻ കറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. അപ്പൊ നോക്കാം, ഓൾ മാർഷ്യൻസ് ഈറ്റ് മട്ടൺ. നോക്കാം, ഓൾ മാർഷ്യൻസ് ഈറ്റ് മട്ടൺ. ഇത് മാർഷ്യൻസ് വന്നു, ഇത് മട്ടൺ വന്നു. എല്ലാ മാർഷ്യൻസും എന്ത് ചെയ്യും, മട്ടൺ തിന്നു. നെക്സ്റ്റ് A-B-E അല്ലേ. ബി എന്താ പറയുന്നത്, all those who eat mutton are not Martians. അപ്പോ നെക്സ്റ്റ് പറയുന്നത് മട്ടൺ തിന്നുന്ന എല്ലാവരും എന്തല്ല, മാർഷ്യൻസ് അല്ല എന്നുള്ളതാണ്. അപ്പോ നമുക്ക് എങ്ങനെ കൊടുക്കാം, അപ്പൊ നമുക്ക് അവരെ ഈ ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അവർ മാർഷ്യൻസ് അല്ല, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മട്ടൺ കഴിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഈ നോക്കുന്ന സമയത്ത് all those who eat mutton are carnivores. ഇതിനു മുമ്പ് കാർണിവോറസ് എന്നുള്ള ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? ഇവിടെ നോക്കുക, തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നോക്കാം, നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആവും. ബി നോക്കാം, ഓൾ ദോസ് ഹു ഈറ്റ് മട്ടൺ ആർ നോട്ട് മാർഷ്യൻസ്. അതാണ് ബി പറയുന്നത്. സി നമുക്ക് ജസ്റ്റ് നോക്കാം, ഓൾ ദോസ് ഹു ഈറ്റ് മട്ടൺ ആർ ഹെർബിവോറസ്. ഓക്കെ,
ഇനി ജസ്റ്റ് ഈ പറയുന്നത് നോക്കാം. ഓൾ ദോസ് ഹു ഈറ്റ് മട്ടൺ ആർ കാർണിവോറസ്. അതെങ്ങനെ ശരിയാവുക? സിയിൽ പറയുന്നുണ്ട് മട്ടൺ തിന്നുന്നവരൊക്കെ ഹെർബിവോറസ് ആണ്. എന്നിട്ട് ഈൽ എന്താ പറയുന്നത്? മട്ടൺ ഈറ്റ് ചെയ്യുന്നവരൊക്കെ കാർണിവോറസ്. അത് രണ്ടും കൂടി ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ അതെന്തായാലും ലോജിക്കൽ ആയിട്ട് ഫോളോ ചെയ്യില്ല. അപ്പൊ വരക്കേണ്ട മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ അത് ഫോളോ ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അടുത്തൊരു ടേമിലേക്ക് പോവാം. ACD ആണ്. ACD നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓൾ മാർഷ്യൻസ് ഈറ്റ് മട്ടൺ. ഓക്കെ, സി പറയുന്നത് all those who eat mutton are herbivores. നെക്സ്റ്റ് ഡി പറയുന്നത് മാർഷ്യൻസ് ആർ കാർണിവോറസ്. അതെങ്ങനെ ശരിയാവുക? ഇവിടെ പറയുന്നത് ഓൾ മാർഷ്യൻസ് ഈറ്റ് മട്ടൺ, എല്ലാ മാർഷ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്? മട്ടൺ തിന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ all those who eat mutton are herbivores. അതായത് ഇപ്പോ മാർഷ്യൻസ് മട്ടൺ തിന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്താണ്? ഹെർബിവോഴ്സ് ആണെന്നാണ് പറയുന്നത്. കാരണം മട്ടൺ തിന്നവരൊക്കെ എന്താണ്? ഹെർബിവോഴ്സ് ആണ്. പക്ഷെ അവിടുത്തെ കൺക്ലൂഷനിൽ പറയുന്നത് എന്താ? മാർഷ്യൻസ് ആർ കാർണിവേഴ്സ് എന്നുള്ളതാണ്. ഒരിക്കലും കൺഫേം ആവില്ല. കാരണം അവർ മട്ടൺ തിന്നുന്നുണ്ട്, അവർ ഹെർബിവോഴ്സ് ആവേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ ഹെർബിവോഴ്സിന്റെ മീനിങ്ങിലേക്കൊന്നും പോകണ്ട. ഇവിടെ നിന്നുള്ള സ്റ്റേറ്റ്മെന്റിലുള്ള ലോജിക്കൽ ഇംപ്ലിക്കേഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അത് എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. AED. ഇത് മൂന്നും ഫോളോ ചെയ്യാത്ത സ്ഥിതിക്ക് അതെന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. ജസ്റ്റ് നോക്കാം. എന്താ പറയുന്നത്? ഓൾ മാർഷ്യൻസ് ഈറ്റ് മട്ടൺ. ഓക്കെ, ഓൾ മാർഷ്യൻസ് ഈറ്റ് മട്ടൺ. ഓൾ മാർഷ്യൻസ് ഈറ്റ് മട്ടൺ. ഓക്കെ, ഈ പറയുന്നത് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓൾ ദോസ് ഹു ഈറ്റ് മട്ടൺ ആർ കാർണിവേഴ്സ്. അപ്പോ മട്ടൺ തിന്നുന്നവരൊക്കെ എന്താണ്? കാർണിവേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, കാർണിവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഡി എന്താ പറയുന്നത്? മാർഷ്യൻസ് ആർ കാർണിവേഴ്സ്. നോക്കാം, കാർണിവേഴ്സ് എന്നുള്ള വലിയ സർക്കിളിനുള്ളിൽ മാർഷ്യൻസ് വരുന്നു. ദാറ്റ് മീൻസ് മാർഷ്യൻസ് ആർ കാർണിവേഴ്സ്. കറക്റ്റ് ആണല്ലോ. കറക്റ്റ് ആയിട്ട് ലോജിക്കൽ ആയിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. നേരത്തെ ഒക്കെ ഒരിടത്ത് കാർണിവേഴ്സ് വരും, മറ്റൊരിടത്ത് ഹെർബിവോഴ്സ് വരും. ലോജിക്കൽ ആയിട്ട് അവിടെ ഒരു വൈരുദ്ധ്യം വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഓപ്ഷൻ ഡിയിൽ എന്ത് ചെയ്യുന്നില്ല? അങ്ങനൊരു സംഭവം വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കോഡ് ലാംഗ്വേജ് ദർശ ബോട്ട് ന്യൂ കാർ ഈസ് റിട്ടൺ ആസ് ASHOMVST. നെക്സ്റ്റ് ദർശ ആൻഡ് സുധ സിബ്ലിംഗ്സ് ഈസ് റിട്ടൺ ആസ് UASNCGS. നെക്സ്റ്റ് സുധ ബോട്ട് ന്യൂ ബൈക്ക് ഈസ് റിട്ടൺ ആസ് UAMVHOIK. നെക്സ്റ്റ് കാർ ആൻഡ് ബൈക്ക് സൂപ്പർ ഈസ് റിട്ടൺ ആസ് IKNCSTPU. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോഡ് ഫോർ ദർശ സൂപ്പർ ബൈക്ക്? ദർശ സൂപ്പർ ബൈക്ക് എന്നുള്ളതിന്റെ കോഡ് എന്തായിരിക്കും? അപ്പൊ ദർശ ഇതിൽ രണ്ടിലും കോമൺ ആണ് അല്ലെ? അപ്പൊ അതിൽ രണ്ടിലും കോമൺ ആയിട്ട് നോക്കുമ്പോൾ AS എന്താണ്? രണ്ടും കോമൺ ആണ്. അപ്പൊ ദർശന്റേത് AS ആയിരിക്കും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നോക്കാം. ബൈക്ക് ഇതിലും അതുപോലെ തന്നെ ഇതിലും കോമൺ ആണ്. ദാറ്റ് മീൻസ് ബൈക്ക് ഏതാ വരാ? IK ആയിരിക്കും ബൈക്ക് വരാ. ഓക്കെ, അപ്പൊ IK നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഇനി സൂപ്പർ ആണ് നമുക്ക് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സൂപ്പർ ഇതിലാണ് വരുന്നത്, പക്ഷെ സൂപ്പർ വേറെ ഏതിലും കോമൺ ആയിട്ട് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാറിന്റെ കോഡ് എന്താ നോക്കുക. കാർ ഫസ്റ്റത്തേതിലും അതുപോലെ തന്നെ ലാസ്റ്റത്തേതിലും വരുന്നുണ്ട്. അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ST വരുന്നുണ്ട്. അപ്പൊ ST ആയിരിക്കില്ല എന്തിന്റെ? സൂപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് NC ആയിരിക്കാം, അല്ലെങ്കിൽ PU ആയിരിക്കാം. ആൻഡിന്റെ കോഡ് എന്താ വരുന്നത്? ആൻഡ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ആൻഡ് രണ്ടിലും എന്താണ്? NC ആണ്. അപ്പൊ ആൻഡിന്റെ കോഡ് NC ആണ്. അപ്പൊ NC നമുക്ക് കട്ട് ചെയ്യാൻ. ബാക്കി വരുന്നത് PU ആണ്. സൂപ്പറിന് എന്തായിരിക്കും? PU ആയിരിക്കും. ASIKPU എന്നുള്ളതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഡെസിഫറിംഗ് വേർഡ് കോഡ് അല്ലെങ്കിൽ നമ്പർ കോഡ് ആണ്. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിൽ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിയ വാക്സ് 5 meter ടുവേർഡ്സ് വെസ്റ്റ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് പ്രിയ എന്ത് ചെയ്യാണ്? വെസ്റ്റിലോട്ട് ഒരു 5 meter നടക്കാണ്. ഓക്കെ, ടേക്സ് എ റൈറ്റ് ടേൺ ആൻഡ് വാക്സ് 5 meter അഗൈൻ. റൈറ്റിലോട്ട് ഒരു 5 meter വീണ്ടും നടക്കാണ്. ഓക്കെ, then she takes another right turn and walks 41 meter. ഇനി റൈറ്റിലോട്ട് ഒരു 41 meter നടക്കാണ്. അപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ വരെ എത്രയാണ് വരിക? 5 തന്നെയാണ് വരിക. ബാക്കി എത്ര വരും? 36 വരും അല്ലെ? 36 + 5 ആണല്ലോ 41. ഓക്കെ ആണ്. then she takes a left turn and walks 43 meter. ഓക്കെ, മുകളിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യന്റെ അടുത്ത് കൂടി നമുക്ക് എത്രയാ പോകേണ്ടത്? ഓൾമോസ്റ്റ് ഒരു 43 ആണ് മുകളിലോട്ട്, ലെഫ്റ്റിലോട്ടാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ഷീ ഈസ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരത്താണ് അവൾ ഇപ്പോ എന്നാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കാം. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പണിയാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് ഇങ്ങനെയാണ് യോജിപ്പിക്കുന്നു. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഇവിടെ 90 ഡിഗ്രി വന്നു. ഈ ഒരു ലെങ്ത് ഇവിടെ ഏറ്റവും 43 ആണ്, ഈ ഒരു ലെങ്ത് 5 ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് 43 + 5 48 വരും. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കാണേണ്ടത്. 48 സ്ക്വയർ പ്ലസ് ഇനി ഇവിടെ ബേസ് വാല്യൂ എത്ര വരുന്നത്? ബേസ് വാല്യൂ ഇവിടെ വരെ 5 ആണ്. ബാക്കി ഇവിടെ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. എത്രയാണ്? 36 ആണ്. അപ്പൊ 36 സ്ക്വയർ. അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് √3600 കിട്ടും. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 60 ആണ്. നമുക്ക് അറിയുന്നതാണ്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പൊ ആ ഒരു പിക്ചർ കറക്റ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ തന്നെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദീപക് ഈസ് ജയദീപ്സ് സൺ. ജയദീപിന്റെ മകനാണ് ആരെന്ന് പറയുന്നത്? ദീപക്. ഓക്കെ ആണല്ലോ. ജയദീപിന്റെ മകനാണ്.
അതുകൊണ്ട് തന്നെ ഞാനൊരു കള്ളിന്റെ ഉള്ളിൽ മെയിൽ ആയതുകൊണ്ട് തന്നെ കള്ളിന്റെ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്യാണ്. ആൻഡ് ഗോംതീസ് ബ്രദർ. ഓക്കെ, ഗോംതിയുടെ ബ്രദറും കൂടിയാണ്. ഓക്കെ, മായ ഈസ് ഗോംതീസ് മദർ. മായ എന്ന് പറയുന്നത് ഗോംതിയുടെ മദർ ആണെന്ന് പറയുന്നുണ്ട്, മായ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മായയുടെ ഹസ്ബൻഡ് ആയിരിക്കും ആരെന്ന് പറയുന്നത് ജയദീപ് ആണെന്ന് പറയുന്നത്. കാരണം ഇപ്പൊ രണ്ടാളും സിബ്ലിങ്സ് ആണ്. അപ്പോൾ അവരുടെ മദറും ഫാദറും ഒക്കെ എന്തായിരിക്കും, തീർച്ചയായിട്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് മായ ഈസ് ഗോംതീസ് മദർ ആൻഡ് ജ്യോതിസ് ഡോട്ടർ. മായ എന്തും കൂടിയാണ്, ജ്യോതിയുടെ ഡോട്ടറും കൂടിയാണ്, ജ്യോതിയുടെ മകളും കൂടിയാണ് മായ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബിലോ ഈസ് ട്രൂ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ട്രൂ എന്നുള്ളതാണ്. ജ്യോതി ഈസ് ദീപക്സ് മദർ ഇൻ ലോ. ജ്യോതി എന്ന് പറയുന്നത് ദീപകിന്റെ മദർ ഇൻ ലോ ആണെന്ന്. ആണോ? അല്ലല്ലോ, ദീപകിന്റെ ഗ്രാൻഡ് മദർ അല്ലേ ജ്യോതി. ഈ ഒരു കാര്യം തെറ്റാണ്. നെക്സ്റ്റ്, മായ ഈസ് ജയദീപ്സ് മദർ. ജയദീപിന്റെ മദർ ആണോ മായ? അല്ല, വൈഫാണ്. അതും തെറ്റാണ്. നെക്സ്റ്റ്, ജ്യോതി ഈസ് ജയദീപ്സ് ഗ്രാൻഡ് മദർ. ജയദീപിന്റെ ഗ്രാൻഡ് മദർ ആണോ ജ്യോതി? ഒരിക്കലും അല്ല, അല്ലെ? നെക്സ്റ്റ് നോക്കാം, ജ്യോതി ഈസ് ദീപക്സ് ഗ്രാൻഡ് മദർ. അല്ലെ, ദീപകിന്റെ ഗ്രാൻഡ് മദർ. ദീപകിന്റെ അമ്മയാണ് മായ, മായയുടെ അമ്മയാണ് തീർച്ചയായിട്ടും ജ്യോതി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ദീപകിന്റെ ഗ്രാൻഡ് മദർ തന്നെയാണ് ആര് വരുന്നത്, ജ്യോതി വരുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ 4 ആണ് ആൻസർ എന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു സീരീസ് ആണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ സീരീസ്? 1, 4, 3, 9, 5, 16, 7, 25, 9, 36, 11. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആയി തോന്നും. പക്ഷെ ഇതൊരു ഓൾട്ടർനേറ്റീവ് സീരീസ് ആണ്. പക്ഷെ ഇതൊരു കോമ്പിനേഷൻ സീരീസ് ആണ്. അതായത് രണ്ട് സീരീസുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജസ്റ്റ് നോക്കാം, 1, 3, 3, 5, 5, 7, 7, 9, 9, 11. അടുത്തൊരു ടേം. ഓക്കെ, ഇനി അടുത്തൊരു സീരീസ് നോക്കാം, 4, 9, 9, 16. അല്ലെ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, 6ന്റെ സ്ക്വയർ. അടുത്തൊരു ടേം എന്തായിരിക്കും? ഇവിടെയുള്ള ടേം 7ന്റെ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് മീൻസ് 49 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.